മതി. ഫൈനലി തുറക്കും. പേടി മതി. അങ്ങ് രാവിലെ എണീറ്റ് കുളിച്ച് വണ്ടിയൊക്കെ കഴുകി വെയിൽ വരാൻ തുടങ്ങി ഗൈസ്. ഇനി എന്തോ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ചിക്കനും മട്ടൻ മേടിച്ച് ഫുഡൊക്കെ കഴിച്ച് എന്തോ പ്ലാനൊന്നും ഇല്ല. ഇന്ന് നമുക്ക് അത്ര ചുമ്മാ വീട്ടിലിരിക്കണം, കുളിക്കാൻ പോകണം, ചിലപ്പം പുറത്ത് എവിടെയെങ്കിലും പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കഴിച്ച് ടി വി കണ്ടു. ഫുഡ് കഴിച്ച് ടി വി കാണുന്ന ശരിയായിട്ട് കഴിച്ച് പറയാനേ ഇത്രയും ചൂടത്ത് 24 മണിക്കൂർ വെള്ളത്തിൽ കിടക്കാൻ തോന്നും. ഫുഡൊക്കെ കഴിച്ചിരി പതുക്കെ പോവാം, 1:30 ആകുമ്പോഴൊക്കെ പോവാം. വെയില് കണ്ടോ ഗൈസ്, തൊപ്പി ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. ഇങ്ങനെയാണ് ബാക്കിൽ കൊള്ളത്തില്ല. പിന്നെ ഇത് നെക്കൊക്കെ കറുത്ത് പോകും ഗൈസ്, അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ടിടുന്നത്. ആ വെയിൽ കണ്ടോ. കുളിക്കാൻ പോവാം, പോവാം. 1 മണിയായി. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുളിക്കാൻ പോകുമ്പോൾ വീട്ടിൽ വന്ന് ചുമ്മാ ഇരിക്കുക കഴിച്ചോ. ബോറടിക്കും. പുറത്ത് വെയിൽ, സമയം 2:30. നമുക്ക് ചുമ്മാ ഇരിക്കുക. ഈ മിസ്റ്ററി റൂം ഇതുവരെ തുറന്നിട്ടില്ല. 1 വർഷമായി, 2 വർഷമായി. എന്തു എനിക്ക് തുറക്കണം കഴിച്ചിട്ടില്ല. നോക്കാം, നമുക്ക് ഇതിൻ്റെ താക്കോല് നോക്കാം. പൈസ അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫൈനലി താക്കോല് കിട്ടിക്കുന്നു ഗൈസ്. നമുക്ക് തുറക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര പേടി വന്നു, അകത്ത് എന്തു കാണുമെന്ന്. നോക്കാം മതി. ഫൈനലി തുറക്കും. പേടി മതി. ഇതിൻ്റെ അകത്ത് സവാളയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇത് പണ്ടത്തെ നമ്മൾ പാല് മേടിക്കാൻ പോകത്തില്ല, അതൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെ കൈസ്. ഇത് അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അമ്മയുടെ ആ കല്യാണമൊക്കെ കഴിഞ്ഞ് എത്ര ഒരു 10-20 വർഷമാവാറായി, 20-30 വർഷമാവാറായി അതിൻ്റെ സാധനങ്ങൾ. ഞാൻ ഇത് ആദ്യം ഞാൻ കൊച്ചിലേക്ക് ഇവിടെ പട്ടി ഉണ്ടല്ലോ. അച്ചാച്ചനെ പട്ടിയൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മേളിൽ വന്ന് ഇവിടെ വെക്കുമായിരുന്നു പട്ടി. പിന്നെന്ത് പിടിക്കുമായിരുന്നല്ലോ, അതിൻ്റെ നിലവിളിയൊക്കെ കേട്ടെ പിടിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റിനെ വളർത്താനൊന്നും സമ്മതിച്ചില്ല. അതിൻ്റെ ഓർമ്മയ്ക്കുള്ള റൂമാണ്. എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് ഈ റൂമിൽ. പട്ടി, പൂച്ച, ഇതൊക്കെ ഓർമ്മയൊക്കെ ഉണ്ട്. ഇവിടെ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. അവിടെ ക്യാരം ബോർഡൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇത്രയും റൂം. ശനിയാഴ്ച അല്ലേ, അതുകൊണ്ട് ഇന്ന് മലക്കറി കടയൊക്കെ കാണാം. അവിടെ ഇടിക്കത്തില്ലേ മാമന്മാർ, ഫ്രഷ് സാധനം അത് മേടിക്കാൻ പോവാം. അച്ചാച്ചൻ താഴോട്ട് പോയി. അച്ചാച്ചൻ പറയാൻ എന്തൊക്കെ മേടിക്കണം. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോവാം. മലക്കറി ഫുള്ള്. ഇവിടെ സ്നാക്സൊക്കെ ഉണ്ട്. ഞാൻ ഫ്രണ്ട് അച്ചാച്ചനാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ച് വീട്ടിൽ പോകാൻ ഗൈസ്. സൺസെറ്റ് കണ്ട ഗൈസ്. ഞാൻ ചുമ്മാ റാൻഡമായിട്ട് ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ റാൻഡമായിട്ട് കണ്ട ഗൈസ്. സൺസെറ്റ് കണ്ട ഗൈസ്. ആവുന്ന കിഡില്. പിന്നെ ആ മരയില്ലെങ്കിൽ സുഖമായിട്ട് നല്ല സൺസെറ്റൊക്കെ കാണുമായിരുന്നു. കേൾക്കാം. ചന്ദ്രമാമൻ വന്നു നമ്മളെ. ഇനി രാത്രിയായി. ദിവസം പോകുന്ന പോക്കുണ്ട് ഗൈസ്, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല പോകുന്ന പോക്ക്. നാട്ടിൽ വന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ആ ദിവസം പോകുന്നു. ഇന്നത്തെ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ശരി എന്നാൽ ബൈ, നാളെ കാണാം.